വെൽക്കം ടു ഡാസ്ലിംഗ് യു. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, ഡാസ്ലിംഗ് യുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളിലെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് പോലെ വലിയ മലയും പച്ച പുൽമേടുകളും കൊച്ചു വീടുകളുമൊക്കെയുള്ള ഈ സ്ഥലം ഏതാണെന്നറിയാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡിലല്ല, ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ ഓസ്ട്രേലിയയിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സ്പ്രിംഗ് ബ്രൂക്ക് നാഷണൽ പാർക്കിലാണ്. ഇവിടെയുള്ള നാച്ചുറൽ ബ്രിഡ്ജ് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ കാഴ്ചകളിലേക്ക് ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് സ്പ്രിംഗ് ബ്രൂക്ക് നാഷണൽ പാർക്കിലേക്ക്. ഓസ്ട്രേലിയ വേൾഡ് ഹെറിറ്റേജ് ഏരിയയുടെ ഭാഗമായ ഗോഡ്വാന റെയിൻ ഫോറസ്റ്റിന്റെ ഒരു പാർട്ടാണ് സംരക്ഷിത മേഖലയായ ഈ നാഷണൽ പാർക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വണ്ടിക്കുട്ടനായ ജീപ്പ് കോമ്പാസും ഒക്കെ എടുത്ത് പെട്രോൾ അടിക്കാൻ 7-Eleven വന്നിരിക്കുകയാണ്. ഇവിടെ പെട്രോൾ നമ്മൾ തന്നെ അടിക്കണം, അടിച്ചു തരാനൊന്നും ആരും വരില്ല കേട്ടോ. നെക്സ്റ്റ് ഏത് പമ്പിൽ നിന്നാണ് നമ്മൾ പെട്രോൾ അടിച്ചതെന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റേഷന്റെ ഉള്ളിൽ ചെന്ന് നമ്പർ പറഞ്ഞ് ക്യാഷ് പേ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടുത്തെ രീതി. എന്തായാലും 7-Eleven കയറിയതല്ലേ, നിങ്ങളെ അതിന്റെ അകവശം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ചെറിയ സ്റ്റോറാണ്, ബട്ട് കുറെ ഫുഡ് ഐറ്റംസ് നല്ല അട്രാക്റ്റീവായി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കോഫി കുടിച്ചു കളയാമെന്ന് ശ്രീ പറഞ്ഞു. അപ്പൊ കോഫി മെഷീനിൽ നിന്നും ഞാൻ കോഫി റെഡി ആക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നേ. $2 ഒരു കോഫിയുടെ വില. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കുറച്ച് ഡെക്കോക്ഷൻ വരും, പിന്നെ പാലും. ഷുഗർ സൈഡിൽ പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് ഇവിടെയൊക്കെ ഇപ്പോൾ. അങ്ങനെ കോഫി റെഡി. ആഹാ, അച്ഛനും അമ്മയും മാത്രം കോഫി കുടിച്ചാൽ മതിയോ, ഞങ്ങൾക്കൊന്നും ഇല്ലേന്നും പറഞ്ഞ് കണ്ണനും കിച്ചുവും ആസ് യൂഷ്വൽ അടി തുടങ്ങി. എന്നാൽ പിന്നെ സ്ലർപ്പി വാങ്ങിക്കാം അവർക്കെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കത് തന്നെ എടുക്കണം. പിള്ളേരെ കൊണ്ട് കറങ്ങാനിറങ്ങൽ ഒരു 1.5 ചടങ്ങാണ്. പക്ഷെ ഞങ്ങൾ എവിടെ പോയാലും 4 പേരും ഒരുമിച്ചേ പോകാറുള്ളൂ. അങ്ങനെ ജീപ്പിന് പെട്രോളും ഞങ്ങൾക്ക് കോഫിയും പിള്ളേർക്ക് സ്ലർപ്പിയും ഒക്കെയായി നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ നമ്മൾ പോവുകയാണ്. ഒത്തിരി അടിപൊളി ലുക്ക് ഔട്ട് പോയിന്റ്സ് ഒക്കെയുള്ള നെരാങ് മുർവിലുംബ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ശരിക്കും ഒരു ഉൾപ്രദേശത്തൂടെയാണ് പോകുന്നത്. പക്ഷെ ഈ റോഡിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ, നല്ല നീറ്റ് ആയിട്ടുള്ള റോഡ് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഉണ്ട്. നല്ല ഭംഗിയുള്ള റോഡ് സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങള്. വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ചില സ്ഥലങ്ങളുടെ ഭംഗി കാണുമ്പോൾ നമ്മൾ അറിയാതെ അവിടെ അങ്ങ് നിർത്തി പോകുന്നതാണ്. ഇങ്ങനെ പച്ച വിരിച്ചു കിടക്കുന്ന പുൽമേടുകൾ കാണാൻ എന്ത് രസമല്ലേ. ഇതാരാണാവോ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ നീറ്റാക്കി ഇടുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിള്ളേർക്ക് നമ്മുടെ ഡാസ്ലിംഗ് യു ഫാമിലിയോട് ഒരു ഹായ് പറയണമെന്ന്. ഹായ്. മുന്നോട്ട് പോകുന്തോറും കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല കാഴ്ചകൾ ഡിഫറെൻ്റ് ആവുകയാണ്. അങ്ങനെ പോയി നമ്മൾ ഗോൾഡ് കോസ്റ്റിൽ എത്തിട്ടോ. ഇതിപ്പോൾ ബ്രിസ്ബെയിനിൽ നിന്ന് 100 കിലോമീറ്റർ ഒക്കെ മാറി നുമിൻബാഗ് വാലി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ടാംബറിനിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ ഇവിടെ ഗ്രാമങ്ങളിലെത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പശുക്കൾ ഇങ്ങനെ പുല്ല് മേയുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇങ്ങനത്തെ കൊച്ചു സ്റ്റോളുകളാണ്. ഇവിടെ നാടൻ തേനാണ് ഇരിക്കുന്നത്. ആളൊന്നും ഇരിപ്പില്ല, പക്ഷെ ക്യാമറ വെച്ചിട്ടുണ്ട്. 1 കിലോയ്ക്ക് $15 വിലയിട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് ഡ്രൈവ് ചെയ്തപ്പോൾ പിന്നെ ഒരു സ്റ്റാൾ കണ്ടു. ദ ബവർ എന്ന പേരുള്ള ഒരു എസ്റ്റേറ്റിന്റെ ഫ്രണ്ടിലാണ് ഈ സ്റ്റോൾ. ഇവിടെ നല്ല നാടൻ പഴം, ഇഞ്ചി, ജാംബറിൻ ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ക്യാഷ് അവിടെ വെച്ചിരിക്കുന്ന ബോക്സിലിട്ടിട്ട് ഇഷ്ടമുള്ള സാധനം എടുക്കാമെന്നാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് പഴവും ഇഞ്ചിയും അവിടെ നിന്ന് എടുത്തു. ഇവിടുന്ന് കുറച്ചു ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ നാച്ചുറൽ ബ്രിഡ്ജിലേക്ക്. പോകും വഴി വീണ്ടും ഒരു കൊച്ചു സ്റ്റോൾ. ഹണി ആൻഡ് ഹോണസ്റ്റി സോൾഡ് ഹിയർ. നല്ല വാക്കുകൾ അല്ലേ? ഒരു കുട്ടി സ്റ്റോൾ.
അതിൽ നല്ല വെൽ പാക്ഡ് ആയിട്ടുള്ള ഹണി ബോട്ടിൽസ്. ഹാപ്പി മദേഴ്സ് ഡേ എന്നെഴുതി പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയായി വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. വേറെയും ടൂറിസ്റ്റുകൾ ഇത് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ $10 വെച്ചിട്ട് ഞാനിത് എടുക്കാൻ പോവാണ്. ഇവിടെ ഒരു കൊച്ചു സീഡ് ബാങ്ക് കൂടെ വെച്ചിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള വിത്തുകളുണ്ട്, വേണമെങ്കിൽ എടുക്കാം. $10 നമ്മളിങ്ങനെ മടക്കിയിട്ട് നമ്മളിവിടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. നമുക്കിതെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ സ്പ്രിംഗ് ബ്രൂക്ക് നാഷണൽ പാർക്കിൽ എത്തി. സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു. ഞാൻ ആദ്യം കണ്ടത് ഈ ഭംഗിയുള്ള ഹട്ടുകളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത് ഇൻഫർമേഷൻ സെന്റർ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇത് വാഷ്റൂംസ് ആണ് സുഹൃത്തുക്കളെ, വാഷ്റൂംസ്. നല്ല ക്ലീൻ വാഷ്റൂംസ്. ലോങ് ഡ്രൈവ് ആയിരുന്നുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ടാവാം ഇനി അടുത്ത കാഴ്ചകൾ. ഈ ബോർഡിൽ കാണുന്നത് പോലെ ഒരു ഗുഹയ്ക്കുള്ളിലൂടെ താഴേക്ക് പതിക്കുന്ന മനോഹരമായ ഒരു വാട്ടർഫോൾ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡ് കോസ്റ്റിലെ സ്പ്രിംഗ് ബ്രൂക്ക് നാഷണൽ പാർക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ നടക്കാൻ പോവാണ്. ധാരാളം കാർപ്പറ്റ് പൈത്തൺ, നമ്മുടെ പെരുമ്പാമ്പിന്റെ വേറൊരു ഇനം കാർപ്പറ്റ് പൈത്തൺ, അതുണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് ഇവിടെ ഒരു ബോർഡുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ എന്നാണ് പറയുന്നത്. ഒരു പോയ്സണസ് അല്ല, പക്ഷെ കടിക്കാൻ ചാൻസസ് ഉണ്ട്. ടാമ്പറിൻ പോലെ തന്നെയുള്ള അഗ്നിപർവ്വത പീഠഭൂമിയാണ് ഈ സ്പ്രിംഗ് ബ്രൂക്കും. ഈ കാണുന്ന പൊക്കമുള്ള പൈൻ മരങ്ങൾ കണ്ടോ, ഇതിനെ ഹൂപ്പ് പൈൻസ് എന്നാണ് വിളിക്കുന്നത്. 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ജുറാസിക് യുഗത്തിന്റെ ജീവനുള്ള അവശിഷ്ടങ്ങളെന്നാണ് ഈ ഹൂപ്പ് പൈൻസിനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ടാമ്പറിൻ മൗണ്ടനിൽ പോയ പോലെ തന്നെ, ടാമ്പറിൻ നാഷണൽ പാർക്കിലൂടെ നടന്നതുപോലെ തന്നെ ഒരു നേച്ചർ വോക്കാണ് ഇവിടെയും. ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് നേരം ചെലവഴിക്കാനാണ്, വീക്കെൻഡ്സ് ഇങ്ങനെ ചെലവഴിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ടാമ്പറിൻ മൗണ്ടന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി കാണണേ. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള വമ്പൻ മരങ്ങൾ ഇവിടെ ധാരാളം നിൽപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ വാക്കിംഗ് ട്രാക്ക് പോലെ ഇട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാടായിട്ട് തന്നെയല്ലേ കിടക്കുള്ളൂ. ഇവിടെ ഇങ്ങനെ വാക്കിംഗ് ട്രാക്കൊക്കെ ഇട്ട് കുറച്ചും കൂടെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. നാഷണൽ പാർക്കാണല്ലോ, ആ പാർക്കിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ആളുകളും ഒക്കെ ഉണ്ട് ഇവിടെ, വോളണ്ടിയേഴ്സ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ നാഷണൽ പാർക്കുകളിലേക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ യാതൊരു വിധത്തിലുള്ള ചാർജസും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വരാം, നമുക്ക് എൻജോയ് ചെയ്യാം. ഒരുപാട് പേര് വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ അവർ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്, നല്ല പ്രായമുള്ളവർ വരുന്നുണ്ട്, കുഞ്ഞു വാവകളെയും കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കാണുന്നത് നെരാങ് റിവറിന്റെ ഒരു കൈവഴിയാണ്. ഇപ്പോൾ ഇങ്ങനെ ശാന്തമായിരിക്കുന്നത് കണക്കാക്കണ്ട, നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് ഇവിടെ. നമ്മളൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഞങ്ങൾ താമസിക്കുന്ന ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റാണ് ന്യൂ സൗത്ത് വെയിൽസ്. അവിടെയുള്ള മൗണ്ട് വാണിംഗ് ഏരിയയിലുള്ള ഒരു ഷീൽഡ് വോൾക്കാനോ പൊട്ടിത്തെറിച്ചാണ് മൗണ്ട് ടാബറിനും ഈ സ്പ്രിംഗ് ബ്രൂക്കും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു പീഠഭൂമി ഉണ്ടായത്. ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുന്നത് പണ്ടത്തെ പടയാളികളുടെ കയ്യിലുള്ള പരിചയില്ലേ, അതിന്റെ ഷേപ്പിലുള്ള വോൾക്കാനോ ആണ് ഷീൽഡ് വോൾക്കാനോ. ഇതൊക്കെ ഇപ്പൊ നടന്നതല്ല കേട്ടോ, 23 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ നടന്ന് നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജിന്റെ ഫസ്റ്റ് ലുക്കൌട്ട് പോയിന്റിൽ എത്തി കേട്ടോ. ഇനി എന്താ ഈ നാച്ചുറൽ ബ്രിഡ്ജിന്റെ കഥ എന്നറിയണ്ടേ? പണ്ട് ആ വോൾക്കാനോ പൊട്ടിത്തെറിച്ചപ്പോൾ പുറത്തു വന്ന മാഗ്മ
തണുത്തുണ്ടായ പാറയ്ക്ക് മുകളിലൂടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കുത്തിയൊഴുകിയ വെള്ളം ആ പാറയ്ക്ക് മുകളിൽ വലിയൊരു ഗുഹയുണ്ടാക്കി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ പ്രകൃതി അരുവിക്ക് മുകളിലൂടെ ഒരുക്കിയ ഒരു പാലം പോലെ തോന്നുന്നതിനാൽ ഇതിനെ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പേരിട്ടു. നമ്മളിപ്പം ബ്രിഡ്ജ് പോലെയായ ആ ഗുഹയ്ക്ക് അടിയിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ലുക്കൌട്ട് പോയിന്റ്. ഇനി മുകളിലേക്ക് വേറെ ഉണ്ട്. ഈ കേവിന്റെ ഉള്ളിൽ മൈക്രോബാറ്റ്സ് എന്ന ഇനം വവ്വാലുകളുടെ ഒരു വലിയ കോളനി തന്നെയുണ്ട്. ഈ പറന്നു നടക്കുന്നത് അവയാണ്. ഇതിനെ ഒന്നും ഉപദ്രവിക്കരുത്, മൊബൈൽ ടോർച്ച് അടിക്കരുത് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും അവരുടെ ആവാസ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറുന്നത് ശരിക്കും നമ്മളാണല്ലോ. ഈ കേവിനുള്ളിൽ രാത്രിയിൽ പോലും സഞ്ചാരികൾ എത്താറുണ്ട്. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. അതെന്തിനാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറയാട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലുക്കൌട്ട് പോയിന്റിലേക്ക് പോകാം. അതിന് കുറച്ചുകൂടെ മുകളിലേക്ക് മല കയറണം. കേവിന് മുകളിൽ കൂടി വെള്ളം ഒഴുകിയെത്തുന്ന മനോഹരമായ കാഴ്ച ഇവിടുന്ന് നമുക്ക് കാണാം. ഈ കുത്തൊഴുക്കിലാണ് പാറ പൊടിഞ്ഞ് നേരത്തെ കണ്ട ഗുഹ പോലുള്ള ഭാഗം ഉണ്ടായത്. ഇനി വീണ്ടും മുകളിലേക്ക് നാലാമത്തെ ലുക്കൌട്ട് പോയിന്റിലേക്ക് പോവാം. നേച്ചർ ലവേഴ്സിന് കാടിനെ അടുത്തെറിഞ്ഞ് കിളികളെയും ഒക്കെ കണ്ട് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ്പ്രിംഗ് ബ്രൂക്ക്. ഇവിടെ സായിപ്പ് മക്കളെ വളർത്തുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവർ വലിയ പ്രകൃതി സ്നേഹികളാണ്. അങ്ങനെ നടന്ന് അടുത്ത ലുക്കൌട്ട് പോയിന്റിലെത്തി. ആ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ച. എനിക്ക് ഒത്തിരി ഇഷ്ടമായി തോന്നിയത് എന്താണോ, ഒരു വെള്ളച്ചാട്ടം ശരിയാണ്, ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അതിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വരാൻ നല്ല ഒന്നാന്തരം വഴി. എന്നിട്ട് ദേ കണ്ടോ, ഇതാണ് ഗുഹയും വെള്ളച്ചാട്ടവും, കണ്ടിട്ട് പൊക്കോ മാഷെ എന്നും പറഞ്ഞ് ഓടിച്ചു വിടാതെ 4 ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ലുക്കൌട്ട് പോയിന്റ്സും അതിനു ചുറ്റും നല്ല ഒന്നാന്തരം വാക്കിംഗ് ട്രാക്കും ഇട്ട് ഇത് സംരക്ഷിക്കുന്നവർക്കാണ് ഞാൻ ഇന്ന് വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നടന്ന് ആദ്യം കണ്ട വലിയ മരത്തിന്റെ ചോട്ടിൽ തിരിച്ചെത്തി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ വെള്ളച്ചാട്ടത്തിന് ഒരു സർക്കിൾ അടിച്ച് വരും പോലെയാണ് ഈ വാക്കിംഗ് ട്രാക്ക് ഇട്ടേക്കുന്നത്. ഈ സായിപ്പിന്റെ ഒരു കാര്യം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം പറയാം. അതിനെക്കുറിച്ചാണ് ഈ ബോർഡിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഈ സ്പ്രിംഗ് ബ്രൂക്ക് പാർക്കിൽ നമുക്ക് ക്യാമ്പിങ്ങിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗൈഡഡ് ടൂറ് നൈറ്റ് ടൈമിൽ കിട്ടും. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. പകല് കണ്ടത് പോരാഞ്ഞിട്ടാണോ രാത്രിയിൽ ഈ പാമ്പൊക്കെയുള്ള സ്ഥലത്ത് എന്നല്ലേ ചോദ്യം. അതെന്താന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും മാത്രം കാണുന്ന ഒരു ഫ്ലൈ ഉണ്ട്, അറാക്നോക്യാമ്പ. എപ്പോഴും നനവുള്ള നാച്ചുറൽ ബ്രിഡ്ജ് പോലുള്ള ഗുഹകളിൽ മാത്രമാണ് അവയുണ്ടാവുക. അതിന്റെ ലാർവയ്ക്ക് തിളങ്ങുന്ന സ്പൈഡർ വെബ് പോലെയുള്ള വലകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇര പിടിക്കാനുള്ള അതിന്റെ ഒരു ട്രിക്കാണത്. അതൊരു ഗുഹ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഗംഭീര കാഴ്ചയാണ്. മിന്നാമിനുങ്ങുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് പോലെ. അത് കാണാനാണ് ടൂറിസ്റ്റുകൾ റിസ്ക് എടുത്ത് രാത്രിയിൽ ഇവിടെ എത്തുന്നത്. എന്താ അല്ലേ? ഇത് അച്ഛനും മക്കളും കൂടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്.